قال رسول الله صلى الله عليه وسلم നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അഫളൽ ദുആഇ ദുആഉ അറഫാ. അറഫാ ദിവസത്തിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അറഫാ ദിവസം എന്ന് പറയുന്നത് ഒരു സാധാ സീത ദിവസമല്ല. അൽ ഹജ്ജു അറഫത്തു, പരിശുദ്ധമായ ഹജ്ജ് തന്നെ അടയാളപ്പെടുത്തുന്നത് അറഫയിലൂടെയാണ്. പവിത്രമാക്കപ്പെട്ട അറഫ മൈതാനിയിൽ എത്തിച്ചേരാത്തവർക്ക് പുണ്യമാക്കപ്പെട്ടതാകുന്ന ഹജ്ജ് തന്നെ ഇല്ല എന്ന് ഉലമാക്കൾ വ്യക്തമാക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസിനികൾ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചില്ലേ? അവരെല്ലാവരും അറഫയുടെ മൈതാനിയിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയമാണ്. തൂവള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ശോവസ്ത്രധാരികളായി പരിശുദ്ധമാക്കപ്പെട്ട അറഫ മൈതാനിയിലെത്തിക്കൊണ്ട് ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പാപമോചനം അർത്ഥിക്കുന്നതായ സമയമാണ്. അഫളൽ ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പ്രാർത്ഥനയാ അറഫ ദിവസത്തെ ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇജാബത്ത് ഉറപ്പാണ്. മാത്രമല്ല നരകീയ മോചനം ഉറപ്പാണ്. നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടും. അന്നത്തെ ദിവസം പോലെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല. ഹദീസ് قال رسول الله صلى الله عليه وسلم ما من يوم أكثر من أن يعتق الله فيه عبدا من النار من يوم عرفة. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് അറഫ ദിവസം പോലെ മറ്റൊരു ദിവസമില്ല സ്വഹാബ. അല്ലാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ്. അധികമാകുന്ന ജനങ്ങളെ, നരകത്തിൽ കിടക്കുന്ന വെന്തുരുകി കിടക്കുന്ന ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചനപത്രത്തിന്റെ കരാറ് പത്രം അല്ലാഹു രേഖപ്പെടുത്തുന്നതായ ദിവസമാണ് അറഫ ദിവസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ പാപമോചനം ഉറപ്പാണ്, ദുആഇന് ഇജാബത്ത് ഉറപ്പാണ്, നരകീയ മോചനം ഉറപ്പാണ് അന്നത്തെ ദിവസം. മനസ്സിലായില്ല? നോമ്പ് നോറ്റാ പാപമോചനം, ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പ്, ഉത്തരം ഉറപ്പ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആ ദിവസം ശരിക്ക് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് പടച്ചറബിലേക്ക് തൗബ ചെയ്ത് നിലകൊണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകീയ മോചനം അവന് രേഖപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. വഇന്നഹു ലയദുനൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം പ്രത്യേകമായി മലക്കുകളോട് അടുത്ത് നിന്നുകൊണ്ട് പറയുമത്രേ, യാ മലായികതി ഉശ്ഹുദൂ ഇശ്ഹദൂ, അല്ലയോ മലക്കുകളെ നിങ്ങൾ സാക്ഷിയാകണേ, അന്നീ ഖദ് ഗഫർതു ലഹും, ഈ നിലകൊള്ളുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളില്ലേ, അറഫ മൈതാനിയിൽ ചൂടുള്ളതാകുന്ന വെയിലത്ത് നിലകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപമോചനത്തിനർത്ഥിക്കുന്ന വിശ്വാസികളില്ലേ, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിൽ നോമ്പ് നോറ്റുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മുഅ്മിനീങ്ങളില്ലേ, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ആ ദിവസം തൗബ ചെയ്യുന്ന വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സാക്ഷിയാകണം കേട്ടോ, മലക്കുകളോട് പറയാൻ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു ദിവസമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പിശാചി ഏറ്റവും കൂടുതൽ കരയുകയും മണ്ണ് വാരി തലയിലിട്ടുകൊണ്ട് ഓടി നടക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഏത്? അറഫ ദിവസം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാറുയ ശൈത്വാനു അസ്ഗറ വലാ അഹ്ഖറ വലാ അഹദറ മിൻ യൗമി അറഫ.
അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, പിശാചിനെ കണ്ടിട്ടില്ല കേട്ടോ. അറഫാ ദിവസം പോലെ നിന്ദനായി നിസ്സാരനായി തീരുന്ന ഒരു ദിവസം പിശാചിനെ കണ്ടിട്ടേ ഇല്ല. കാരണം ലോക ജനത മുഴുവനും വിശ്വാസികൾ മുഴുവനും അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ളവർ അറഫ മൈതാനിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ അവർ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അറഫയുടെ താഴ്വാരത്ത് വെച്ചുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ, മക്കയിലല്ലാത്തവർ, ഹജ്ജിന് വേണ്ടി വ്യാപൃതരാകാത്തവർ നോമ്പ് നോറ്റുകൊണ്ട് ആ സമയവും സന്ദർഭവും പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്, പാപമോചനത്തിന് നിർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറുയ ശൈത്വാനു അസ്ഗറ വലാ അഹ്ഖറ മിയൗമി അറഫ. അറഫാ ദിവസം പോലെ ഏറ്റവും നിസ്സാരനായി നിന്ദനായി പിശാചിനെ ഒരു ദിവസം കണ്ടിട്ടേ ഇല്ല. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നോമ്പ് നോൽക്കണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, ശരിക്ക് ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളണം. എങ്കിൽ നരകീയ മോചനം, പാപമോചനം, ഇജാബത്ത് ഒക്കെ ലഭിക്കുക. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ.